നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഇപ്പോൾ ഞാൻ കാണിച്ചത് ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനും അച്ചുവും കൂടി മതിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെല്ലാം വന്ന് വാഷ് ചെയ്തിട്ടിട്ട് പോയല്ലോ. അപ്പോൾ എന്നാൽ ഇനി പെയിൻറ്റ് ചെയ്താക്കാമെന്ന് വെച്ചു. ആദ്യം ഞങ്ങൾ അകത്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം എന്നാൽ ഇന്നിപ്പം വഴിയിൽ വലിയ തിരക്കൊന്നും കാണത്തില്ലല്ലോ, അപ്പം നമുക്ക് ചെയ്യാം. പിന്നെ ഓപ്പോസിറ്റ് വീട്ടിലാണെങ്കിലും അന്ന് പണിക്കാരൊന്നും കാണത്തില്ല. അവിടെയും പെയിൻ്റടിയൊക്കെ നടക്കുന്ന തന്നെ അവിടെയും നിറച്ച് ജോലിക്ക് ആളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പെയിൻ്റ് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് അവിടെ അടുത്തായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പെരുന്നാളും നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും വഴിയിലൂടെയൊക്കെ എന്താ പറയുന്നത്, ഒരുപാട് വണ്ടികളായിരുന്നു. വഴി തെറ്റിയൊക്കെ വന്ന് ഞങ്ങളോട് വഴിയൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് തൈപ്പൂയോ ആയിരുന്നു, പിന്നെ ഈ പള്ളിയിലെ പെരുന്നാളും ഉണ്ടായിരുന്നു. അപ്പം മെയിൻ റോഡിൽ നിന്നുള്ള തൈപ്പൂയം പെരുന്നാൾ അമ്പലത്തിലേക്കുള്ള കാവടിയൊക്കെ പോകുന്ന കാരണം അവിടെ റോഡ് ബ്ലോക്കായിരുന്നു. അപ്പം വഴി ഇങ്ങോട്ട് തിരിച്ച് ബൈപ്പാസിലേക്കുള്ള വഴി കാണിച്ച് അവർ കൊടുക്കും. അവർ പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ പള്ളിയുടെ പെരുന്നാൾ കാരണം ഇവിടെയും ഈ വഴിക്കകത്തും ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് തിരിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ അവർക്ക് ടൗണിൽ അങ്ങനെ വരുന്നവർക്കേ വഴി തെറ്റി അവർ വരുമല്ലോ. അപ്പോൾ അവർക്കെല്ലാം വഴി പറഞ്ഞു കൊടുത്താണ് ഞങ്ങൾ സത്യത്തിൽ ആരും കാണത്തില്ലെന്ന് വെച്ചിട്ട് അന്ന് നിറച്ച് തിരക്കായിരുന്നു വഴിയിൽ. എന്നിട്ട് ഞങ്ങൾ അത് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ആ ഒരു വൈറ്റ് പോർഷൻ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനി ഒരു ബ്ലൂ കളറും കൂടി അടിക്കാനുണ്ട്. പിന്നെ അവിടെ പടക്കം പൊട്ടിയിലും ഭയങ്കര ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള വീടുകളിൽ എല്ലാവരും കാണാൻ പോയിരിക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സന്ധ്യ വരെയൊക്കെ ഞാൻ ഇത് പെയിൻറ്റ് ചെയ്തു. കുറേ നേരം പോയി നിന്ന് അവിടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പടക്കം പൊട്ടുന്നതൊക്കെ കാണാം മേളിലെ. അപ്പോൾ അതൊക്കെ കുറേ നേരമൊക്കെ ഞാൻ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എന്തായാലും കലക്കി വെച്ചത് മുഴുവൻ അടിച്ച് തീർത്തേക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അത്രയൊക്കെ അങ്ങ് ചെയ്ത് തീർത്തു. ഇത് പിന്നെ ട്യൂസ്ഡേ ആണ് കേട്ടോ. എനിക്ക് മൺഡേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് എനിക്ക് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ പോയിട്ടൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് 1-2 സ്ഥലത്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്നത്തെ ദിവസം. ഇത് പിന്നെ വീഡിയോ എടുക്കാമെന്നില്ല, എനിക്കിങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി ഉള്ള ഒരു പണിയും നടന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് ചൊവ്വാഴ്ച രാവിലെയാണ് ഇത് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് അമ്പലത്തിലും പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊരു 7:30 ആയപ്പോഴത്തേക്കും മുറ്റത്തേക്ക് ഇറങ്ങി. ആദ്യം കുറേ നേരം നിന്ന് എന്താ ചെയ്യേണ്ടത്, എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ പോയി. കാരണം ഇത്രയും ജോലിയുണ്ട്. ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകണം, 2 അമ്പലത്തിൽ പോകണം. ഇതെല്ലാം കൂടെ എനിക്ക് എന്ത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ചായ കുടിച്ച് തന്നെ ആലോചിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വെച്ച് എന്തായാലും ആദ്യം തൂത്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആദ്യം ഫ്രണ്ടിലെല്ലാം തൂത്തു, റോഡും എല്ലാം തൂത്തു. അപ്പം രാവിലെ ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും കുറേ ആരെങ്കിലുമൊക്കെ കാണും കേട്ടോ, സംസാരിക്കാം. പിന്നെ ഇപ്പം അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് ഓരോ അവിടുത്തെ റോഡിലെ കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് കാരണം കുറേ നേരം അങ്ങനെയും പോകും സമയം. പിന്നെ അകത്ത് വന്ന് ഈ തിട്ടയെല്ലാം തൂത്ത് ഞാൻ മാറ്റി. കാരണം അവിടത്തേക്ക് അധികം ചെടികൾ ഇനി വെക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് അവിടെ നിന്ന് എല്ലാം ക്ലിയർ ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഓരോ സാധനങ്ങളും ഓരോ സൈഡിലേക്ക് ഒതുക്കുകയാണ്. ഇപ്പം കറക്റ്റായിട്ട് എനിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. അവർ ഉച്ചയ്ക്ക് ഗസ്റ്റ് വരുന്നതിന് മുന്നേ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ധൃതി പിടിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ 7:30 തൊട്ടൊരു 9 മണി വരെ ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറേ നേരം സംസാരിച്ച് ഓരോരുത്തരോടൊക്കെ സംസാരിച്ച് കുറേ സമയവും പോയി. അത് കഴിഞ്ഞാണ് പിന്നെ ഓരോന്നും പിന്നെ റോസയുടെ ചെടിയും അതൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചു. ഇപ്പം വെയിലൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്കത് കംപ്ലീറ്റ് ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാനത് വെയിൽ നോക്കി വെക്കാനായിട്ട് അത് പറ്റത്തില്ല. കാരണം അതിൻ്റെ എടുത്ത് മാറ്റി ഞാൻ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ തളിർപ്പ് പുതിയതായിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അത് പുതിയതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം അതിൻ്റെ ഒരു നനവിൽ ഒഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു നന്നായിട്ട്. അപ്പോൾ അത് നല്ല റൂട്ടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ചെന്നിട്ടുണ്ട്. ആ കട്ടിയായിട്ടുള്ള മണ്ണൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഇളക്കം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അത് നോക്കാം, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുവരെ അത് ഒരു ഷെയ്ഡിലോട്ട് തന്നെ അങ്ങ് ഇരിക്കട്ടെ. പൂ വന്നില്ലെങ്കിലും സാരമില്ല, പിന്നെ അതിനകത്ത് പൂവൊക്കെ ആക്കിയെടുക്കാം.
ഇപ്പോൾ തൽക്കാലം അതിനെ ഒന്ന് ജീവൻ വെപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയുള്ള ഈ ബൊഗൈൻവില്ലയുടെയൊക്കെ കുറേ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ഞാൻ എല്ലാം എടുത്ത് കിടന്ന് അച്ചു മേളിൽ കയറ്റിയതൊന്നും അവർ താഴെ ഇറക്കിയില്ലായിരുന്നു കേട്ടോ. അന്ന് അത് വാഷ് ചെയ്തൊന്നും അവർ താഴെ ഇറക്കാഞ്ഞുകൊണ്ട് അത് പാടില്ലായിരുന്നു. പിന്നെ ഈ താഴെ ഇരുന്നതൊക്കെയാണ് അവരെടുത്ത് താഴേക്ക് വെച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ പിന്നെ അവനെ നോക്കി നിന്നില്ല, ഞാൻ തന്നെ അങ്ങ് ചെയ്തു എല്ലാം കൂടി തൽക്കാലം. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് നടുക്കോട്ട് വെക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പെയിൻറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെയാണ് എടുത്ത് നടുക്കോട്ട് വെക്കുന്നത് കേട്ടോ. അതൊന്നും നടന്നേന്നുമില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അച്ചു വന്നു കഴിഞ്ഞപ്പം അവനോടും കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കുറേ എല്ലാം എടുത്ത് പുറയിലെ സൈഡിൽ കൊണ്ടുപോയി എല്ലാം മാറ്റി വെച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അമ്പലത്തിൽ വരെ പോകുന്നത് വരെയുള്ളത് ഇടുന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഉച്ച കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി ക്ലീൻ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നാളെ ഇടാം. ഇത് പെട്ടെന്ന് കാരണം ഇതെല്ലാം തീർത്ത് വെച്ചിട്ട് പിന്നെ അച്ഛന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ആണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ അത് കാരണം അത് ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ട് പോകും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ. അത് കാരണം അപ്പോൾ ഞാൻ വെച്ച് രണ്ടാക്കി ഇടാമെന്ന് വെച്ചിട്ടാണ്. എന്നെക്കൊണ്ട് ഒതുക്കാൻ പറ്റുന്ന അത്രയും ഒതുക്കിയതിന് ശേഷം പിന്നെ ബാക്കി തിരിച്ച് വന്നിട്ട് ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ 9 മണിയൊക്കെ ആയപ്പോൾ അകത്ത് കയറി. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി അലക്കാൻ ഇട്ടിട്ടാണ് പോയെന്നാണ് വിചാരിച്ചത്. വന്ന് നോക്കിയപ്പോഴാണ് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. പിന്നെ ആദ്യം അത് അലക്കാനിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കി. പുട്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയത് രാവിലെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അച്ഛന് ഫുഡും കൊടുത്തതിന് ശേഷം കുളിച്ച് ഞാനിവിടെ അമ്പലത്തിൽ ആദ്യം ദേവീക്ഷേത്രത്തിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വന്ന് ചൊവ്വാഴ്ച ഈ 2 അമ്പലത്തിലാണ് ഞാൻ വരുന്നത് കേട്ടോ. പിന്നെ തൊഴുതെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അവിടെയുള്ള ആനയാണ് വള്ളി. അപ്പോൾ അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് എനിക്കൊന്ന് തൊടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചാൽ അവർ സമ്മതിച്ചേനെ. പക്ഷേ എന്നെ വിനോട്ടം വീട്ടിൽ വരുമ്പോൾ വഴക്ക് പറയും.
അത് കാരണം അതിന് നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്